ലൈവ് അപ്ഡേറ്റിൽ രേണുസുതി തന്നെയാണ് വീണ്ടും സ്കോർ ചെയ്യാനുള്ള ഒരു ചാൻസ് ഞാൻ കാണുന്നത്. പക്ഷേ എപ്പിസോഡിൽ വരുമ്പോൾ ഇത് എത്രത്തോളം വരും എന്നറിയത്തില്ല. ഏതായാലും ശരി, നമ്മുടെ ആദില നൂറ, ആദിലയാണെങ്കിൽ ഇപ്പോഴും ബിഗ് ബോസ് വീട്ടിലൊക്കെ വരുന്നതിനൊക്കെ മുന്നേ തന്നെ രേണുവിനെ കുറിച്ച് നെഗറ്റീവായിട്ട് വീഡിയോസൊക്കെ ചെയ്യുന്ന ഒരാളായിരുന്നു. അപ്പം ആദില ആ സെയിം സംഭവം ഇവിടെ രേണുവിൻ്റെ അടുത്ത് സാഹചര്യം കിട്ടിയപ്പം ആദില മാത്രമല്ല, റെന ഫാത്തിമയും നൂറയും എല്ലാവരും ഒന്നിച്ചാണ് രേണുവിനോട് ചോദിക്കുന്നുണ്ട്. അതായത് അവർക്ക് ക്യൂരിയോസിറ്റി കാണും. ശരിക്കും പറഞ്ഞാൽ പുറത്ത് ഇൻ്റർവ്യൂ എടുക്കുന്ന കണക്കാണ് ഇവരിരുന്ന് രേണുവിനോട് നിങ്ങൾ എന്തിനാണ് ആ വീടിൻ്റെ കാര്യം അതങ്ങനെ പറഞ്ഞത്, ആ വീടിൻ്റെ പ്രശ്നം അവിടെ സംസാരിക്കുകയാണ്. ആ ഒരു ചർച്ച അവിടെ വരുന്നുണ്ട്. ശരിക്കും രേണു അവിടുത്തെ ഒരു സംസാര വിഷയം തന്നെയാണ്. അതായത് പല പല ഗ്യാങ്ങുകളായിട്ടിരുന്ന് പലരും രേണുവിനെ കുറിച്ച് ഓരോന്നിനെ പൂച്ചം പറയുന്നുണ്ട്. പിന്നെ എന്തെങ്കിലും ഒരു അവസരം കിട്ടുമ്പം രേണുവിനിട്ട് തന്നെ ടാർഗറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അത് നമ്മൾ എപ്പിസോഡ് റിവ്യൂവിനകത്ത് നമ്മളത് പറയുന്നുണ്ട്. ഇന്നലത്തെ എപ്പിസോഡ് റിവ്യൂ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ഒന്ന് കണ്ടാൽ മതി. അതിൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട് രേണുവിൻ്റെ ഈ ഒരു സിറ്റുവേഷനെ കുറിച്ച്. അപ്പോൾ ഇവരുടെ ഈ ഒരു ടോക്കിൻ്റെ ഇടയിൽ ആദില ചോദിക്കുന്നതെന്ന് വെച്ചാൽ, ശരിക്കും പറഞ്ഞാൽ വീട് ചോരുന്നുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ അതിനെക്കുറിച്ച് ഒരുപാടെടുത്ത് ഇൻ്റർവ്യൂവിൽ രേണു പറഞ്ഞിട്ടുണ്ട്. വീട് ചോരുന്നു എന്നല്ല പറഞ്ഞത്, അതിൻ്റെ ആ ഒരു മുകളിൽ നിന്ന് ഇങ്ങനെ ചീതാനം അടിച്ചിട്ട് അത് വെള്ളം തെറിക്കുന്നതാണ്. അപ്പോൾ ഇൻ്റർവ്യൂ ചെയ്യാൻ വന്ന വ്യക്തിയുടെ ദേഹത്ത് വെള്ളം വീണപ്പോൾ രേണുവിനോട് ആ വ്യക്തി ചോദിച്ചതാണ് ഇതെന്താ ചോരുന്നുണ്ടോ എന്ന്. അപ്പോൾ കയറി ആ ചോരുന്നുണ്ട് എന്ന് രേണു പറഞ്ഞു. അതോടുകൂടിയാണ് ആ പറയുന്ന വീടിൻ്റെ പ്രശ്നം ഒരു വലിയ പ്രശ്നമായിട്ട് മാറിയത്. അപ്പോൾ ഈ വിഷയം എഗെയിൻ രേണു ഇങ്ങനെ തന്നെ സംസാരിച്ചു. അപ്പോൾ ആദില പറഞ്ഞു, അങ്ങനെയൊക്കെ പറയാമോ, വീടെന്ന് പറഞ്ഞൊരു ദാനം കിട്ടിയതല്ലേ, അങ്ങനൊന്നും ആർക്കും തരുന്നതല്ലല്ലോ, കിട്ടുന്നതല്ലോ എന്നുള്ള ഒരു മീനിങ്ങിൽ സംസാരിച്ചു. അപ്പോൾ രേണു എഗെയിൻ പറഞ്ഞ് കുഴഞ്ഞ കാര്യമാണ്. എനിക്ക് പറയാൻ തോന്നി, ഞാൻ പറഞ്ഞു, എനിക്ക് പറയാൻ ഉള്ളത് ഞാൻ പറയും, അത് ആരുടെ അടുത്താണെങ്കിലും ഞാൻ പറയും എന്നുള്ള രീതിയിൽ രേണു സംസാരിക്കുന്നുണ്ട്. അപ്പോൾ ആദിലയും എഗെയിൻ പറയുന്നതെന്ന് വെച്ചാൽ, കുറച്ചും കൂടെ ഒന്ന് ബുദ്ധിപരമായിട്ട് അല്ലെങ്കിൽ കുറച്ചുകൂടെയൊക്കെ ഒന്ന് പക്വതയോടൊക്കെ പെരുമാറിയിരുന്നെങ്കിൽ ഈ പറയുന്ന ഇഷ്യൂകളൊന്നും ഉണ്ടാകില്ലായിരുന്നു എന്ന് നമ്മുടെ ആദില പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ശരിക്കും ഈ പറഞ്ഞതൊക്കെ ആദില ചോദിച്ച കാര്യങ്ങളൊക്കെ ഒരു വളരെ ഫോമലായിട്ട് വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ അവർ സംസാരിക്കുകയാണ്. നല്ല കാര്യം തന്നെ ചോദിച്ചു. പക്ഷേ എൻ്റെ സംശയം അതല്ല, ബിഗ് ബോസ് ഹൗസിനകത്ത് ഈ പുറത്തെ വിശേഷങ്ങൾ, ഇത്തരത്തിലുള്ള കോൺട്രവേഴ്സിയൽ വിശേഷങ്ങളൊക്കെ സംസാരിക്കാൻ നിയമമുണ്ടോ എന്നുള്ളൊരു ചോദ്യമുണ്ട്. അങ്ങനെ ടാർഗറ്റ് ചെയ്യാൻ, പുറത്തെ എന്തെങ്കിലും ഒരു പേഴ്സണൽ ആയിട്ടുള്ളൊരു വിദ്വേഷത്തിൻ്റെ പേരിൽ ടാർഗറ്റ് ചെയ്യാൻ പാടില്ല എന്നൊരു നിയമം ബിഗ് ബോസിലില്ലേ? എനിക്കത് എന്തോ ഇത് കണ്ടപ്പോൾ ഒരു ഡൗട്ട് തോന്നി. അതുപോലെ ഇന്നലത്തെ ലൈവ് എപ്പിസോഡ്സിനകത്തൊക്കെ എടുത്താലും നമുക്കറിയാൻ പറ്റും, അപ്പാനി ശരത്തും അബിയും ഒക്കെ. ഈ അബി അത്ര ചില്ലറക്കാരനല്ല. ഞാൻ പറഞ്ഞില്ലേ, ലൈവ് മറ്റേ എപ്പിസോഡ് ഫുൾ റിവ്യൂവിനകത്ത് ഞാൻ പറയുന്നുണ്ട്, അബി ശരിക്കും രേണുവിനോട് കാണിക്കുന്നത് ശരിയല്ല. കാരണം എന്ന് വെച്ചാൽ അബിയും വൈഫും പുറത്ത് രേണുവിനെ കുറിച്ച് നെഗറ്റീവായിട്ടൊക്കെ വീഡിയോസൊക്കെ ചെയ്തിട്ടുള്ള ആൾക്കാരാണെന്ന് പറയുന്നുണ്ട്. ഈ പറയുന്ന രീതിയിൽ ഒരിക്കലും ബിഗ് ബോസിൽ ഒരാളെ ടാർഗറ്റ് ചെയ്യരുത്. നമ്മളൊരു വീട്ടിൽ ഒരാളെ നമ്മൾ മോശമായിട്ട് ഓൾറെഡി ചിത്രീകരിച്ച് വെച്ചിരിക്കുകയാണെങ്കിൽ അയാൾ എന്ത് ചെയ്താലും നമുക്ക് കുറ്റങ്ങളായിരിക്കും. മേ ബി ബിഗ് ബോസ് എന്ന് പറയുന്ന ഒരു ഷോയിൽ രേണു വന്നത് തന്നെ ഇത്തരത്തിൽ ടാർഗറ്റ് ചെയ്യപ്പെടാനായിരിക്കാം. പക്ഷേ അങ്ങനെ ടാർഗറ്റ് ചെയ്ത് അവിടെ കളിച്ചാൽ പോസിറ്റീവായിട്ട് അവർക്ക് ഒരു നല്ല സപ്പോർട്ട്, അതായത് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ അബിക്കും അപ്പാനി ശരത്തിനും പോസിറ്റീവ് സപ്പോർട്ട് കിട്ടുമെന്ന് പ്രതീക്ഷിക്കേണ്ട. കാരണം ഒരു കാര്യമില്ലാതെ രേണു സുധീനെ അവിടെ ഇട്ട് വളഞ്ഞ് ആക്രമിക്കേണ്ട ഒരു കാര്യവുമില്ല. അവരെ ഒന്നും ബിഗ് ബോസ് ഹൗസിൽ പോയിട്ട് ഈ രേണു സുധി ഒന്നും ചെയ്തിട്ടില്ല. പുറത്ത് എന്തൊക്കെ വിഷയങ്ങൾ ഉണ്ടാകുന്നോ അത് പുറത്തെ കാര്യമാണ്. ഒരു സമൂഹത്തിൽ ജീവിക്കുന്ന ഒരു വ്യക്തിയായിട്ടല്ല, പകരം 100 ദിവസം ബിഗ് ബോസ് ഹൗസിൽ ജീവിക്കുന്ന ഒരാളായിട്ടാണ് രേണു അവിടെ നിൽക്കുന്നത്. അപ്പം രേണുവിനെ ഫോക്കസ് ചെയ്തിട്ട് ഇങ്ങനെ കളിക്കുന്നത് തെറ്റ്. പിന്നെ വേറൊരാളെ ഫോക്കസ് ചെയ്യുന്നത് അനീഷിനെയാണ്. അതും ശരിക്കും പറഞ്ഞാൽ അതൊരു ഗുഡ് ഗെയിമാണ്. പക്ഷെ അത് സ്ട്രോങ് ആവുന്നത് അനീഷായിരിക്കും, അല്ലാതെ വേറെ ആരും ആയിരിക്കത്തില്ല. അപ്പോൾ ഏതായാലും ശരി, രേണുവിൻ്റെയും അതുപോലെ തന്നെ രേണുവിനെ ഫോക്കസ് ചെയ്ത് ബിഗ് ബോസ് ഹൗസിലുള്ള ആരൊക്കെ കളിക്കാൻ ശ്രമിക്കുന്നുണ്ടോ, ആ ഒരു തലവേദന കേസ്, അതുപോലെ തന്നെ ഇപ്പോൾ ഈ നൂറ ആദില അത് സംസാരിക്കുന്നത്, പിന്നെ ഓൾറെഡി തന്നെ ലൈവിൽ അപ്പാനി ശരത്തൊക്കെ പരസ്പരം സംസാരിക്കുന്നുണ്ട്. അവരാണ് ശരിക്കും പറഞ്ഞാൽ ഇത്തവണത്തെ അയൽക്കൂട്ടവും കുടുംബശ്രീയും ഒക്കെ എന്ന് എനിക്ക് തോന്നുന്നു. കാരണം അവർ കംപ്ലീറ്റ്ലി ഇരുന്ന് സംസാരിക്കുന്നത്, ഇവിടെ ബിഗ് ബോസിലേക്ക് രേണു സുധി കയറുകയാണെങ്കിൽ ബിഗ് ബോസ് കത്തും എന്നൊക്കെ പറഞ്ഞ് ഏറ്റവും കൂടുതൽ പ്രഡിക്ഷൻ ലിസ്റ്റിൽ വന്നിട്ടുള്ളത് രേണു സുധിയാണ്. ഇങ്ങനെ രേണു എന്ന് പറഞ്ഞ് മന്ത്രിച്ചുകൊണ്ട് നടക്കുന്ന ആൾക്കാർ അധികമാണ്. പക്ഷേ ഇത് രേണുവിന് സപ്പോർട്ട് കിട്ടാനുള്ള സാധ്യതയാണ് കൂടിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ രേണുവിനെ സംബന്ധിച്ചിടത്തോളം പുറത്ത് ഇത്ര അധികം നെഗറ്റീവ് കമൻസ് വന്നിട്ടും അതൊന്നും എനിക്കൊരു പ്രശ്നമല്ല, 100 പേരെന്നെ ഒറ്റപ്പെടുത്തിയാലും എനിക്ക് പ്രശ്നമല്ല എന്ന് പറഞ്ഞ് വന്നിരിക്കുന്ന രേണു ഇനി എന്ത് ചെയ്താലും
നെഗറ്റീവ് ആകാൻ ഇനി ഒന്നുമില്ല, പോസിറ്റീവ് ആകാനേ ഉള്ളൂ. അതുകൊണ്ട് രേണുവിനാണ് അത് പോസിറ്റീവ് ആവുക. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം എന്താണെങ്കിലും കമൻറ്റ് ചെയ്യുക. അതുപോലെ ലൈവ് അപ്ഡേറ്റ്സിനും എപ്പിസോഡ് ഫുൾ റിവ്യൂവിനുമായിട്ട് സീരിയൽ ഗ്രാൻഡ്മ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക, വാച്ച് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക.